നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM കാസർഗോഡ് ഏരിയ സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള കൊടിമരം മോഷണം പോയതായി പരാതി. കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉള്ളാൾ സോമേശ്വര ഉച്ചിലയിൽ വാസ്കോ ബീച്ച് റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ 3 യുവതികൾ മുങ്ങി മരിച്ച സംഭവം. റിസോർട്ട് സീൽ ചെയ്തു. ഉടമയും മാനേജരും അറസ്റ്റിൽ. മഞ്ചേശ്വരം തലപ്പാടിയിൽ നിർത്തിയിട്ട ബസ്സിൽ നിന്നും 10,000 രൂപ കവർന്ന കേസിലെ പ്രതി പിടിയിൽ. വാണിനഗർ സ്വദേശി ഉമ്മറാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. കാസർഗോഡ് തളങ്കര ബീച്ചിൽ ശിശുദിന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇരട്ടക്കുട്ടികളുടെ സംഗമം കൗതുക കാഴ്ചയായി. 150-ലേറെ ഇരട്ടക്കുട്ടികൾ പങ്കെടുത്തു. ആറൂർ ദേശീയപാത നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതോടെ മഞ്ചേശ്വരം കാസർഗോഡ് പാതയിൽ ബസ്സുകളുടെ മത്സരയോട്ടവും തുടങ്ങി. യാത്രക്കാർ ദുരിതത്തിൽ. INTUC ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം കാസർഗോഡ് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ 3 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ ഉടമയും മാനേജരും അറസ്റ്റിൽ. വാസ്കോ ബീച്ച് റിസോർട്ട് ഉടമ മനോഹർ, മാനേജർ ഭരത് എന്നിവരെയാണ് ഉള്ളാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് നീന്തൽക്കുളം പ്രവർത്തിപ്പിച്ചതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. ഇതിനിടയിൽ വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചു. മംഗളൂരുവിൽ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികളായ മൈസൂരിലെ MD നിഷിത, AS പാർവതി, N കീർത്തന എന്നിവർ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ റിസോർട്ട് ഉടമയും മാനേജരും അറസ്റ്റിൽ. വാസ്കോ ബീച്ച് റിസോർട്ട് ഉടമ മനോഹർ, മാനേജർ ഭരത് എന്നിവരെയാണ് ഉള്ളാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. റിസോർട്ടിന്റെ ട്രേഡ് ലൈസൻസും ടൂറിസം പെർമിറ്റും സസ്പെൻഡ് ചെയ്തു. റിസോർട്ട് അടച്ചുപൂട്ടുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് നീന്തൽക്കുളം പ്രവർത്തിപ്പിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. ഇതിനിടയിൽ വിദ്യാർത്ഥിനികൾ മുങ്ങിത്താഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ നീന്തൽക്കുളത്തിൽ കുളിക്കുവാനിറങ്ങിയതായിരുന്നു 3 പേരും. ഒരാൾ കുളത്തിന്റെ 6 അടി താഴ്ചയുള്ള ഭാഗത്ത് അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റു 2 പേർ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതിനിടയിലാണ് 3 പേരും അപകടത്തിൽപ്പെട്ടത്. നീന്തൽ അറിയാത്തതാണ് അപകടത്തിൽപ്പെടുവാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. ശനിയാഴ്ച പുലർച്ചെയാണ് ഇവർ റിസോർട്ടിൽ മുറിയെടുത്തത്. ഐഫോൺ വസ്ത്രങ്ങൾക്കിടയിൽ സെറ്റ് ചെയ്തു വെച്ച ശേഷമാണ് മൂവരും നീന്തൽക്കുളത്തിലിറങ്ങിയത്. വാരാന്ത്യ അവധിക്ക് മംഗളൂരുവിൽ എത്തിയതായിരുന്നു വിദ്യാർത്ഥിനികൾ. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. CPM കാസർഗോഡ് ഏരിയ സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള കൊടിമരം മോഷണം പോയതായി പരാതി. കൂട്ലുവിൽ സുരേന്ദ്രൻ സ്മൃതി മണ്ഡപത്തിന് സമീപം സൂക്ഷിച്ചിരുന്ന കൂറ്റൻ കൊടിമരമാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെ മോഷണം പോയത്. സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി KM മുഹമ്മദ് ഹനീഫിന്റെ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CPM കാസർഗോഡ് ഏരിയ സമ്മേളന നഗരിയായ അണങ്കൂരിൽ ഉയർത്തേണ്ടുന്ന കൊടിമരമാണ് കാണാതായത്. അവസാന മിനുക്ക് പണികൾ നടത്തിയ ശേഷം തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ ടാർപോളിൻ കൊണ്ട് പൊതിഞ്ഞു വെച്ചായിരുന്നു പ്രവർത്തകർ സ്ഥലത്തു നിന്നും പോയത്. ഇതിനുശേഷമാകാം കൊടിമരം മോഷ്ടിച്ച് കടത്തിയതെന്നാണ് സംശയിക്കുന്നത്.
സംഭവത്തിൽ CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി KA മുഹമ്മദ് ഹനീഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് DYSP CK സുനിൽകുമാർ, കാസർഗോഡ് ടൗൺ ഇൻസ്പെക്ടർ P നളിനാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അന്വേഷണത്തിനായി പോലീസ് നായയെയും സ്ഥലത്തെത്തിച്ചു. CPMന്റെ മുന്നേറ്റത്തിൽ വിളറിപൂണ്ടവരാണ് രാത്രിയുടെ മറവിൽ കൊടിമരം മോഷ്ടിച്ചു കടത്തിയതെന്ന് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ TK രാജൻ പറഞ്ഞു. ഇത്തരം നീക്കത്തിലൂടെ സമ്മേളനത്തെ തകർക്കാനാകില്ലെന്നും ഈ കാടത്തത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ പ്രതിഷേധിക്കണമെന്നും TK രാജൻ പറഞ്ഞു. ഇന്നലെ രാത്രിയുടെ മറവിൽ ഏതാനും സാമൂഹ്യദ്രോഹികൾ, ഞങ്ങൾ ബലമായി സംശയിക്കുന്നു RSSന്റെ ഗുണ്ടകളാണ് ഈ കൊടിമരം കട്ടുകൊണ്ടുപോയത് നിങ്ങൾ പറയുന്നത് രാത്രിയുടെ മറവിൽ മനോഹരമായി തീർത്ത 1-ാം പാർട്ടി കോൺഗ്രസ് മുതൽ 24-ാം പാർട്ടി കോൺഗ്രസ് വരെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ വർഷം ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുള്ള മനോഹരമായ കൊടിമരമാണ് തയ്യാറാക്കിയിരുന്നത്. അത് ഇരുട്ടിൻ്റെ മറവിൽ അവർ കൊണ്ടുപോയിരിക്കുന്നു. തീർച്ചയായും ജനാധിപത്യ വിരുദ്ധമായ നടപടി സംഘപരിവാറിൻ്റെയും RSSൻ്റെയും കൂടപ്പുറപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെയൊക്കെ തകർക്കാൻ വേണ്ടി സാധിക്കില്ല. കാസർഗോഡ് പോലീസിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പാർട്ടിയുടെ മുന്നേറ്റത്തിൽ വളരെ മുണ്ട ഈ സാമൂഹിക ദ്രോഹികൾ അതുപോലെ തന്നെ പ്രതിരോധകാരികൾ നടത്തിയ ഈ നടപടിക്ക് എതിരായി എല്ലാവരുടെയും പ്രതിഷേധം ഉയർന്നു വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. കൊടിമരം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പുതിയ കൊടിമരമുണ്ടാക്കുന്ന ജോലി തുടങ്ങിയിട്ടുണ്ടെന്നും ഈ കൊടിമരമായിരിക്കും സമ്മേളന നഗരിയിൽ ഉയർത്തുകയെന്നും CPM നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം തലപ്പാടിയിൽ നിർത്തിയിട്ട ബസ്സിൽ നിന്നും 10,000 രൂപ കവർന്ന കേസിലെ പ്രതി പിടിയിൽ. പെർള വാണിനഗർ സ്വദേശി ഉമ്മറാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. ഭക്ഷണം കഴിക്കാനായി തലപ്പാടിക്ക് സമീപം നിർത്തിയിട്ട സ്വകാര്യ ബസ്സിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. തലപ്പാടിക്ക് സമീപം ഭക്ഷണം കഴിക്കാനായി നിർത്തിയിട്ട സ്വകാര്യ ബസ്സിൽ നിന്നും 10,000 രൂപ മോഷ്ടിച്ച കേസിലെ പ്രതി മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിൽ. പെർള വാണിനഗർ സ്വദേശി ഉമ്മറാണ് പോലീസിന്റെ പിടിയിലായത്. മഞ്ചേശ്വരം ഇൻസ്പെക്ടർ E അനൂപ് കുമാർ, SI KR ഉമേശൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നവംബർ 5-നാണ് കേസിനാസ്പദമായ സംഭവം. ഡ്രൈവറുടെ സീറ്റിന് മുകൾ ഭാഗത്തുള്ള പെട്ടിയിൽ സൂക്ഷിച്ച പണമാണ് മോഷണം പോയത്. ഭക്ഷണം കഴിച്ച് ജീവനക്കാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കണ്ടക്ടർ സോങ്കാൽ കൊടിബയലിലെ അബ്ദുൽ ലത്തീഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരം പോലീസ് കേസെടുത്തത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചെറുവത്തൂർ അച്ചാന്തുരുത്തി പുഴയെ കീറിമുറിച്ച് പാഞ്ഞ 6 ചുരുളം വള്ളങ്ങൾ തമ്മിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഉത്തര മലബാർ ജലോത്സവത്തിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി ടീം ജലരാജ പട്ടമണിഞ്ഞു. AKG പൊടോത്തുരുത്തി ടീമിനാണ് 2-ാം സ്ഥാനം. വയൽക്കര വെങ്ങാട്ട് ടീം 3-ാം സ്ഥാനം നേടി. ഞായറാഴ്ച വൈകുന്നേരം കനത്ത മഴയും ഇടിമിന്നലും മൂലം മാറ്റിവെച്ച വനിതകളുടെ 15 പേർ തുഴയും വള്ളംകളിയുടെ ഫൈനലിൽ വയൽക്കര വെങ്ങാട്ട് ടീം കടുത്ത പോരാട്ടത്തിലൂടെ ജേതാക്കളായി. കൃഷ്ണപിള്ള കാവുഞ്ചിറ ടീമാണ് 2-3 സ്ഥാനം സ്വന്തമാക്കിയത്. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും നീലേശ്വരം നഗരസഭയും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഉത്തര മലബാർ ജലോത്സവത്തിൽ ജനങ്ങളെ ആവേശഭരിതരാക്കി നടന്ന 25 പേർ തുഴയും മത്സരത്തിൽ 6 ടീമുകളും തീപാറും പോരാട്ടമാണ് കാഴ്ചവെച്ചത്. 980 മീറ്റർ നീളമുള്ള ട്രാക്കിൽ ഒരു തുഴപ്പാട് പോലും വ്യത്യാസമില്ലാതെയാണ് എല്ലാ ടീമുകളും ഫിനിഷിംഗ് ലൈൻ തൊട്ടത്. 3 ഹീറ്റ്സുകളിലായി 13 ചുരുളൻ വള്ളങ്ങൾ മാറ്റുരച്ചാണ് കലാശപ്പോരാട്ടത്തിലേക്ക് 6 ടീമുകൾ യോഗ്യത നേടിയത്. പുരുഷന്മാരുടെ 15 പേർ തുഴയും മത്സരത്തിൽ AKG പൊടോത്തുരുത്തി ജേതാക്കളായി. കൃഷ്ണപിള്ള കൗഞ്ചിറ 2-ഉം മൈച്ച AKG ടീം 3-ഉം സ്ഥാനം നേടി. സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ M രാജഗോപാലൻ MLA വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പ്രവൃത്തി ദിവസമായിട്ടും നൂറുകണക്കിന് ആളുകൾ ഗ്യാലറിയിലും പുഴയോരത്തുമായി മത്സരങ്ങൾ കാണാൻ ഒത്തുകൂടിയിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ് ഉത്തര മലബാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്തത്.
ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗരസഭയുടെ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന പദ്ധതിയായ സക്സസ് ഫിയസ്റ്റയുടെ ഭാഗമായി UP വിഭാഗം വിദ്യാർത്ഥികൾക്കായുള്ള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. നായന്മാർമൂല ഹിൽ ടോപ്പ് അരീനയിൽ ആദ്യ ദിനം പെൺകുട്ടികളുടെ വിഭാഗം മത്സരമാണ് നടന്നത്. കാസർഗോഡ് നഗരസഭ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നഗരസഭാ പരിധിയിലെ GUPS നുള്ളിപ്പാടി, AUPS മെഡോണ, MMAUPS തുരുത്തി, GMVHSS തളങ്കര, GUPS അടുക്കത്ത് ബയൽ, GHSS കാസർഗോഡ്, GUPS കാസർഗോഡ്, PTM AUPS ബെതിര, GFUPS അടുക്കത്ത് ബയൽ എന്നീ 9 സ്കൂളുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു. നായന്മാർമൂല ഹിൽ ടോപ്പ് അരീന ടർഫിലായിരുന്നു മത്സരം നടന്നത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കിക്ക് ഓഫ് ചെയ്ത് ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിനായാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് അബ്ബാസ് ബീഗം പറഞ്ഞു. നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ലഹരികളിലെയും പിന്നിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ കാസർഗോഡ് നഗരസഭ അത് ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്പോർട്സുമായി കുട്ടികളെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി തന്നെയാണ് കാസർഗോഡ് നഗരസഭ ആദ്യമായി ഫുട്ബോൾ രംഗത്ത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ആ ഫുട്ബോളിൻ്റെ സ്പോർട്സിൻ്റെ ലഹരികൾ നമ്മുടെ കുട്ടികളുടെ തലയിൽ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കാസർഗോഡ് നഗരസഭ ഇങ്ങനെയൊരു ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ നല്ല കുട്ടികളായി വളർത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ കാസർഗോഡിനും അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും തന്നെ നല്ല രീതിയിലുള്ള ഫുട്ബോൾ താരങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് കാസർഗോഡ് നഗരസഭ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഖാലിദ് പച്ചക്കാട്, സിയാന ഹനീഫ്, K രജനി, അമ്പയർ K സുലു ഫൈസൽ, കോർഡിനേറ്ററും കൗൺസിലറുമായ ഹമീദ് ചക്കര, അബ്ദുൽ റഹ്മാൻ ചക്കര തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ചൊവ്വാഴ്ച ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നടക്കുന്ന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നഗരസഭാ പരിധിയിലെ 13 സ്കൂളുകൾ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നഗരസഭ സൗജന്യമായി ഫുട്ബോൾ കിറ്റുകൾ നൽകുന്നുണ്ട്. നേരത്തെ പരിശീലനത്തിനായി മുഴുവൻ സ്കൂളുകൾക്കും നഗരസഭ ഫുട്ബോൾ നൽകിയിരുന്നു. ചാമ്പ്യൻഷിപ്പിലൂടെ മികച്ച താരങ്ങളെ കണ്ടെത്തി നഗരസഭാതലത്തിൽ ടീം രൂപീകരിക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തളങ്കര ബീച്ചിൽ ശിശുദിന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇരട്ടക്കുട്ടികളുടെ സംഗമം കൗതുക കാഴ്ചയായി. എക്സിക്യൂട്ടീവ് കാഴ്സിന്റെയും കോലായി ലേഡീസ് കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 150-ലേറെ ഇരട്ടക്കുട്ടികളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് തളങ്കര ബീച്ച് സാക്ഷിയായത് കൗതുക കാഴ്ചയ്ക്ക്. ശിശുദിന പരിപാടിയുടെ ഭാഗമായി എക്സിക്യൂട്ടീവ് കാർസും കോലായി ലേഡീസ് കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ 150-ലേറെ ഇരട്ടക്കുട്ടികളാണ് പങ്കെടുക്കാനെത്തിയത്. നേരത്തെയുള്ള അറിയിപ്പ് കണ്ട് രജിസ്റ്റർ ചെയ്തും വിവരമറിഞ്ഞ് നേരിട്ടും കുട്ടികൾ പരിപാടിയിലെത്തി. ഇതിനു മുൻപ് ഇത്തരമൊരു പരിപാടി നടന്നതായി അറിവില്ലെന്നും അതിനാലാണ് സംഗമത്തെക്കുറിച്ച് ആലോചിച്ചതെന്നും സംഘാടക സുലൈഖ മാഹിൻ പറഞ്ഞു. അടുത്ത വർഷം ഇതിലും വിപുലമായ രീതിയിൽ സംഗമം നടത്തുമെന്നും സുലൈഖ മാഹിൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ആറുവരി ദേശീയപാത നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതോടെ മഞ്ചേശ്വരം കാസർഗോഡ് പാതയിൽ ബസ്സുകളുടെ മത്സരയോട്ടവും തുടങ്ങി. സർവീസ് റോഡിൽ ഓടിക്കണമെന്ന ഉത്തരവ് ലംഘിച്ചാണ് ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ മത്സരയോട്ടം. ബസ് സ്റ്റോപ്പുകൾ സർവീസ് റോഡിലായതിനാൽ ബസ് സർവീസുകളുടെ പ്രയോജനം യാത്രക്കാർക്ക് ലഭിക്കാത്ത അവസ്ഥയുമാണ്. പുതിയ ആറുവരി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും മഞ്ചേശ്വരം കാസർഗോഡ് പാതയിൽ യാത്രക്കാരെ കയറ്റണമെങ്കിൽ ബസ്സുകൾക്ക് സർവീസ് റോഡിലൂടെ പോകേണ്ടി വരും. എന്നാൽ കേരള കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുകൾ യാത്രക്കാർ കയറിയില്ലെങ്കിലും പ്രശ്നമില്ല, പെട്ടെന്ന് എത്തിയാൽ മതിയെന്ന നിലപാടിൽ ആറുവരി പാതയിലൂടെ അതിവേഗം പോകുന്ന അവസ്ഥയാണുള്ളത്. പലപ്പോഴും ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം നടത്തുന്നതും കാണാം. സർവീസ് റോഡിൽ ഓടിക്കണമെന്ന ഉത്തരവ് ലംഘിച്ചാണ് ആറുവരി പാതയിലൂടെയുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ ഈ മത്സരയോട്ടമെന്ന് യാത്രക്കാർ പറയുന്നു. സർവീസ് റോഡിൽ കയറാത്ത ബസ്സുകൾ സ്റ്റോപ്പുകളിൽ ഇറക്കേണ്ടവരെ ദേശീയപാതയിൽ തന്നെ ഇറക്കിവിടുന്നത് സ്ഥിരം കാഴ്ചയാണ്. നടു റോഡിലാകുന്ന യാത്രക്കാർ അതിസാഹസികമായി സർവീസ് റോഡിലേക്ക് എത്തേണ്ട അവസ്ഥയുമാണ്. ദേശീയപാതയെയും സർവീസ് റോഡിനെയും വേർതിരിക്കുന്ന തടയണ കടക്കുവാൻ കഴിയാതെ വയോധികരും ഗർഭിണികളും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യേണ്ടതായും വരുന്നു. ബസ്സുകൾ സർവീസ് റോഡിൽ കയറാത്തതിനെ തുടർന്ന് യാത്രക്കാർ മണിക്കൂറുകളോളം ബസ് സ്റ്റോപ്പുകളിൽ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ്. ഗതാഗത വകുപ്പിലും പോലീസിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുമുണ്ടായില്ലെന്ന് യാത്രക്കാർ പറയുന്നു. ഇതിനിടെ പൊസോട്ട് സർവീസ് റോഡിലല്ലാതെ ഓടിയ ബസ്സുകളെ നാട്ടുകാർ തടഞ്ഞു നിർത്തുകയും സർവീസ് റോഡിലൂടെ കടത്തിവിടുകയും ചെയ്തു. ഒരാഴ്ചയായി ഇപ്പോൾ ഞങ്ങൾ കംപ്ലൈൻറ്റ് RTOക്കും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെല്ലാം കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ജനങ്ങളെല്ലാം കാത്തു നിൽക്കുന്ന സർവീസ് റോഡിലാണ്. അപ്പോൾ ഈ KSRTC ബസ്സെല്ലാം പോകുന്നത് സ്പീഡ് ട്രാക്കിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് നാട്ടുകാരെല്ലാം കൂടിയിട്ട് എക്സ്പ്രസ്സിൽ പോകുന്ന ബസ്സിനെല്ലാം സർവീസ് റോഡിലേക്ക് ഞങ്ങൾ തിരിച്ചയച്ചുകൊണ്ടുണ്ട്. എന്നാലും ബസ് എന്തും സർവീസ് റോഡിൽ വരുന്നില്ല. ഒന്നാമത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കിടക്കാനും ഇത് സൗകര്യമില്ല, നല്ല ബുദ്ധിമുട്ടാണ്. രാത്രി കാലങ്ങളിലെല്ലാം സർവീസ് റോഡിൽ വരുന്ന ബസ് ഹൈവേയിൽ വന്നിട്ട് പകുതിയിൽ വിട്ടിട്ട് പോകുന്നു ബസ്. അപ്പോൾ അതിന് നല്ല ശക്തമായ നടപടി എടുക്കണോ, അല്ലെങ്കിൽ നാട്ടുകാർ അതിന് പ്രതിഷേധിക്കും. പൊതുജനങ്ങളുടെ സൗകര്യവും സുരക്ഷയും കണക്കിലെടുത്ത് സർവീസ് റോഡിലൂടെ ബസ്സുകൾ ഓടിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ചത്തൂരിലും സമാനമായ പ്രതിഷേധം നടന്നിരുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ചെങ്കള MAH ഹാളിൽ നടന്ന സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ചെങ്കള MAH ഹാളിൽ നടന്ന കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് 2 കോടി രൂപയാണ് ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഒരു നയാ പൈസ പോലും കൊടുത്തില്ല. അവസാനം ഈ പത്ര കട്ടിങ്ങുകളൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മന്ത്രിയെ നേരിട്ട് ഏൽപ്പിച്ചപ്പോൾ 25 ലക്ഷം രൂപയാണ് ഈ ഒരു അറ്റകുറ്റപ്പണിക്ക് ഗവൺമെന്റ് നീക്കിവെച്ചത്. അപ്പോൾ അത് പണി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തിനാ ഇവിടെ പണി ചെയ്യുന്നു എന്നുള്ള ചോദ്യം, പണി ചെയ്തില്ലെങ്കിൽ എന്തിന് ചെയ്തില്ല എന്നുള്ള ചോദ്യം. നമ്മുടെ സംസ്ഥാനത്ത് 231 IAS വേണ്ടിയെടുത്ത് വെറും 126 IAS ഇപ്പോൾ ഉള്ളത് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ ആ ഒരു സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. കാര്യങ്ങൾ നീങ്ങുന്നില്ല. വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA മുഖ്യാതിഥിയായി. നികുതി പിരിവിലൂടെയുള്ള GST വന്നതോടുകൂടി നികുതി പിരിവിലൂടെയുള്ള വരുമാനം അതിൻ്റെ മുഖ്യ പങ്കാളിത്തം കേന്ദ്രത്തിലായതുകൊണ്ട് നികുതി വരുമാനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും പിന്നെ ഏത് പണമാണ് ആശ്രയിക്കുന്നത് ഗ്രാൻഡിന് നികുതി വിഹിതത്തിൻ്റെ ഷെയർ കൃത്യമായി ലഭിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി പിന്നെ കടം വാങ്ങാനും കടം വാങ്ങാൻ അനുവദിക്കുന്നില്ല. ഇതിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാൻ സാധിക്കും. KGCA സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. TA അബ്ദുൾ റഹ്മാൻ ഹാജി, V ഹരിദാസ്, രാജൻ കണ്ണൂർ, മൊയ്തീൻ ചാപ്പാടി, MT മുഹമ്മദ് കുഞ്ഞി ഹാജി, ഗോപിനാഥൻ നായർ, E അബൂബക്കർ, നിസാർ കല്ലട്ര, വിനോദ് കുമാർ, സുനിൽ പോള തുടങ്ങിയവർ സംസാരിച്ചു. KGCA ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മാർക്ക് മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി സുനൈഫ് MAH നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. INTUC ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം കാസർഗോഡ് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു.
INTUC ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കുത്തകകൾക്കും ഓശാന പാടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്ന് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. തൊഴിൽ നിയമ ഭേദഗതിയും 26-ാം ലേബർ കോഡും തൊഴിലാളി വിരുദ്ധ സമീപനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റ് പീഡനങ്ങൾ ബാധിച്ചിട്ടുള്ളത് ഈ രാജ്യത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ മാത്രമാണ്. രാജ്യത്തെ ഓരോ തൊഴിലാളിയുടെയും പീഡന കാലഘട്ടമാണ് 11 വർഷക്കാലമായി ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്നത്. തൊഴിലാളികൾ ഓരോ മേഖലയിലും ജോലി ചെയ്യുമ്പോൾ അവർക്ക് അനുകൂലമായ നിയമങ്ങളുണ്ടായിരുന്നു. മോട്ടോർ തൊഴിലാളിയാണെങ്കിൽ മോട്ടോർ ഓടിക്കുന്ന തൊഴിലാളിക്ക് രാജ്യത്ത് നിയമമുണ്ടാക്കി, ചുമട്ട് തൊഴിലാളിക്ക് നിയമമുണ്ടാക്കി, നിർമ്മാണ തൊഴിലാളിക്ക് നിയമമുണ്ടാക്കി. ഓരോ മേഖലയിലും ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുകൾ, പ്രത്യേകിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാ പ്രിയദർശിനിയും അടങ്ങുന്ന 2 പ്രധാനമന്ത്രിമാരാണ് ഈ രാജ്യത്ത് തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയത്. അവിടെ ESA ഉണ്ട്, അവിടെ പ്രോവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, അവിടെ ഗ്രാറ്റുവിറ്റി ഉണ്ട്, അവിടെ തൊഴിൽ സംരക്ഷണം എല്ലാ മേഖലകളിലുമുണ്ട്, കൂലി വർധനവുണ്ട്, ശമ്പള വർധനവുണ്ട്, ചർച്ചകളുണ്ട്, കൺസിലിയേഷനുണ്ട്. എല്ലാം ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ആ നിയമങ്ങൾ അപ്പാടെ അങ്ങ് എടുത്തു കളഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PG ദേവ് അധ്യക്ഷത വഹിച്ചു. M രാജീവൻ നമ്പ്യാർ, N ഗംഗാധരൻ, KM ശ്രീധരൻ, അർജുനൻ തായലങ്ങാടി, തോമസ് സെബാസ്റ്റ്യൻ, CO സജി, A കുഞ്ഞമ്പു, MV പത്മനാഭൻ, MK മാധവൻ നായർ, CG ടോണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SYS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാനവ സഞ്ചാരത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് നടന്നു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. SYS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാനവ സഞ്ചാരത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്താൻ നിരന്തരം ശ്രമങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി പോലെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം ഉപരിവിപ്ലവങ്ങളാകരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അധ്യക്ഷത വഹിച്ചു. കർണാടക സ്റ്റേറ്റ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി BZ സമീർ അഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായിരുന്നു. യാത്രാനായകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസരി സന്ദേശ പ്രഭാഷണം നടത്തി. MLA മാരായ AKM അഷ്റഫ്, NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, K ചന്ദ്രശേഖരൻ, M രാജഗോപാൽ, റവറൻഡ് ഫാദർ ജേക്കബ് തോമസ്, സ്വാമി പ്രേമാനന്ദൻ ശിവഗിരി മഠം എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, സയ്യിദ് ത്വാഹ സഖാഫി, ഫിർദൌസ് സഖാഫി, BS അബ്ദുല്ലക്കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അംബികാസുധൻ മാങ്ങാടിന്റെ പുതിയ പുസ്തകമായ അല്ലോഹലൻ ചർച്ച കാസർഗോഡിന് സർഗാത്മക നിറവേകി. തനിമ കലാസാഹിത്യവേദിയുടെ പ്രതിമാസ പരിപാടിയായി പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിലാണ് പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും പ്രമുഖ നിരൂപകനുമായ EP രാജഗോപാലൻ ചർച്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തി. തനിമ കലാസാഹിത്യവേദിയുടെ പ്രതിമാസ പരിപാടിയായി പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ അംബികാസുധൻ മാങ്ങാടിന്റെ പുതിയ പുസ്തകം അല്ലോഹലൻ ചർച്ച ചെയ്തു. പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിലാണ് പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും പ്രമുഖ നിരൂപകനുമായ EP രാജഗോപാലൻ മുഖ്യ പ്രഭാഷണം നടത്തി. കീഴാളവർഗത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ കഥയാണ് അല്ലോഹലനെന്നും ഇതിനെ വെറുമൊരു ചരിത്ര നോവലായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ലെന്നും EP രാജഗോപാലൻ അഭിപ്രായപ്പെട്ടു. നാടിനെ അറിഞ്ഞ് അതിനപ്പുറത്തെ നാടുകളിൽ അറിഞ്ഞ് പക്ഷേ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഫ്രാൻസിൽ ഇതിലെ വഴികളെ കുറിച്ച് അറിയാം, അവിടുത്തെ മിത്തോളജിയെ കുറിച്ച് അറിയാം, അവിടുത്തെ കലാരൂപങ്ങളെ കുറിച്ച് അറിയാം. പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികളെ കുറിച്ച്, വീട്ടുമുറ്റത്തുള്ള സാംസ്കാരിക ചെടികളെ കുറിച്ച്, ഈ പറഞ്ഞ അധ്യക്ഷൻ പറഞ്ഞ പ്രതിരോധത്തിന്റെ പാരമ്പര്യങ്ങളെ കുറിച്ച് ഒന്നും നമുക്ക് പലപ്പോഴും വേണ്ട രീതിയിൽ വേണ്ട ഗൗരവത്തോടു കൂടി അറിഞ്ഞുകൂടാ. അതിനെയാണ് അജ്ഞത എന്ന് വിളിച്ചത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഈ പുസ്തകം നമ്മുടെ അജ്ഞതയെ അഭിസംബോധന ചെയ്യുന്ന ഒരു സവിശേഷ കൃതിയാണ്. തനിമ കലാസാഹിത്യവേദി പ്രസിഡന്റ് അബു ത്വായി അധ്യക്ഷത വഹിച്ചു. ഷെരീഫ് കുരിക്കൽ, കഥാകൃത്ത് KPS വിദ്യാനഗർ, കവിതായൻ ചെർക്കള, കീർത്തി ജ്യോതി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നോവലിസ്റ്റ് പ്രൊഫസർ അംബികാസുധൻ മാങ്ങാട് അല്ലോഹലന്റെ രചനയിലേക്കെത്തിച്ചതിൻ്റെ വിവിധ വശങ്ങൾ ചർച്ചയിൽ പങ്കുവച്ചു. വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിൻ്റെ ഫലമായുണ്ടായതാണ് അല്ലോഹലൻ എന്ന നോവലെന്ന് അദ്ദേഹം പറഞ്ഞു.
റഹ്മാൻ മുട്ടത്തോടി സ്വാഗതവും എഴുത്തുകാരി MA മുംതാസ് ടീച്ചർ നന്ദിയും പറഞ്ഞു. തിങ്ങി നിറഞ്ഞ പ്രൗഢമായ സദസ്സിലായിരുന്നു പുസ്തക ചർച്ച നടന്നത്. കാസർഗോഡിൻ്റെ സായാഹ്നത്തിന് സർഗാത്മകതയുടെ നിറവേകിയ അല്ലോഹലൻ ചർച്ച പുസ്തക സ്നേഹികൾക്ക് മികച്ച സാഹിത്യ ചർച്ചയ്ക്കുള്ള വേദിയായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 55ാമത് വാർഷിക സഹദിയ സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായി മീഡിയ സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. 55ാമത് വാർഷിക സഹദിയ സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രസ് ക്ലബ്ബിൽ നടന്ന മീഡിയ സംഗമം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുക എന്നത്, അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം സ്നേഹിക്കുവാനും അവരെ സഹായിക്കുവാനും അല്ല, അവരെ ആദരിക്കുവാനും അല്ല ഒരു മതവും നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ മതവിശ്വാസികളെയും സ്നേഹിക്കുക, ആദരിക്കുക എന്ന്. അപ്പോൾ സമന്വയ വിദ്യാഭ്യാസമാണ് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യം. നമ്മുടെ സൗഹാർദ്ദത്തിനും കേരളത്തിന് പേര് പ്രശസ്തിയൊക്കെ ആർജിക്കാൻ സാധിച്ചത് നമ്മൾ ഇതുവരെ കാത്തു സൂക്ഷിച്ച ആ മതേതരത്വമാണ്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ പുറകിലേൽക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സാഹചര്യത്തിൽ സമന്വയ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതാണ് സഹദിയ ഉയർത്തിപ്പിടിക്കുന്നത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു. SMA സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കരിവള്ളൂർ, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ എന്നിവർ വിഷയാവതരണം നടത്തി. പ്രസ് ക്ലബ് ജനറൽ സെക്രട്ടറി പ്രദീപ് നാരായണൻ, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഹദി, സലാം ദേടി, ജാഫർ സാദിഖ് തങ്ങൾ എന്നിവർ സംസാരിച്ചു. മീഡിയ കൺവീനർ CL ഹമീദ് ചെമ്മനാട് സ്വാഗതവും നാഷണൽ അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ സർക്കാരും മതേതര പ്രസ്ഥാനങ്ങളും തയ്യാറാകണമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി. SYS സംഘടിപ്പിക്കുന്ന മാനവ സഞ്ചാരം യാത്രയുടെ ഭാഗമായി കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു യാത്രാ ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം. വിദ്വേഷ പ്രസ്താവന നടത്തുന്നവർക്കെതിരെയും വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമം നോക്കുകുത്തിയാകരുതെന്നും ഹക്കീം അസ്ഹരി പറഞ്ഞു. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ ജാഗ്രതയോടെ ഇടപെടണം. മുനമ്പം വിഷയം വർഗീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നത് തടയുകയും രമ്യമായി വേഗത്തിൽ പരിഹരിക്കുകയും വേണം. കാസർഗോട്ടെ പ്രധാനമായ ഒരു പ്രശ്നം ഇവിടെ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ വാങ്ങി തിരിച്ചു പോകുന്നുവെന്നതാണെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തുവാനും മാനവിക വിചാരങ്ങളെ ഉണർത്തുവാനും ലക്ഷ്യമിട്ടാണ് SYS മാനവ സഞ്ചാരം സംഘടിപ്പിക്കുന്നത്. യാത്ര ഡിസംബർ 1 തിരുവനന്തപുരത്ത് സമാപിക്കും. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുമായുള്ള സസ്നേഹ സംവാദവും മാനവ സഞ്ചാരത്തിൻ്റെ ഭാഗമായി നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടുത്തെ ജനങ്ങൾ ഉയർത്തിയ ഒരു വിഷയം, ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി വരുന്നവർ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ വാങ്ങി തിരിച്ചു പോകുന്നു. അത് സുസ്ഥിരതയെ ബാധിക്കുന്നു, വികസനത്തിന് തടസ്സമാകുന്നു, പല കാര്യങ്ങളും സമയത്തിന് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതിന് ചില പദ്ധതികളിലെങ്കിലും അത് പൂർത്തിയാക്കുന്നത് വരെ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങൾ നൽകിക്കൊണ്ടുള്ള നിയമനങ്ങൾ അതിന് പരിഹാരമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി, മീഡിയ കോർഡിനേറ്റർ NM സ്വാത്തിക് സഖാഫി, വൈസ് പ്രസിഡന്റ് നേമം സിദ്ദിഖ് സഖാഫി, ജില്ലാ പ്രസിഡന്റ് കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാടിന്റെ മഹോത്സവമായ പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ വിവിധ ദിവസങ്ങളിലായി കളിയാട്ടത്തിനെത്തുന്ന 10,000ങ്ങൾക്ക് അന്നദാനത്തിനുള്ള നെൽകൃഷിയുടെ ഞാറുനടയിൽ തൃക്കരിപ്പൂരിൽ നടന്നു. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര അധീനതയിലുള്ള 1.5 ഏക്കർ വയലിലാണ് പൂർണ്ണമായി ജൈവ നെൽകൃഷി ഇറക്കിയത്. പരമ്പരാഗത പൈതൃക നെൽവിത്തായ ചിറ്റേണി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഞാറ്റടിയാണ് നട്ടത്. രാമവില്യം കഴകത്തിന് കീഴിലെ കൂലേരി മുണ്ട്യ ദേവസ്വം നേതൃത്വത്തിൽ ദിവസങ്ങളായി നെൽകൃഷി നിലമൊരുക്കലും അനുബന്ധ കാര്യങ്ങളും നടത്തിയിരുന്നു. സാധാരണ വിത്തുകൾ ശരാശരി 110 മുതൽ 120 ദിവസം വരെ കൊയ്ത്തിനായി എടുക്കുന്നതിനാൽ പരമാവധി 90 ദിവസം കൊണ്ട് വിള കൊയ്യാമെന്ന പ്രത്യേകതയും നാടൻ ഇനമായ ചിറ്റേണി നെൽകൃഷിക്കുണ്ട്. വളമിടലും തുടർ പരിപാലനവും കൂലേരി മുണ്ടയ്ക്കാണ്. രാമവില്യം കഴകത്തിന് കീഴിലുള്ള 200-ൽ പരം വനിതകളും കൂടെ പുരുഷന്മാരും ചേർന്നാണ് തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര വയലിൽ ഞാറ് നട്ടത്. രാമവില്യം കഴകം അന്തിതിര്യന്മാരും
മുച്ചിലോട്ട് അന്തിത്തിരിയനും ചേർന്ന് നടീലിന് ഞാറുകെട്ടുകൾ കൈമാറി ജൈവ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ, രാമവില്യം കഴകം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഞാറുനടീലിന് പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, വലിയപറമ്പ് കൃഷി ഓഫീസർ V ശിവകുമാർ, തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ A രജീന എന്നിവർ വയലിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. 2025 മാർച്ച് 5 മുതൽ 12 വരെ നടക്കുന്ന ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ നടത്തിവരുന്ന ജൈവ കൃഷിയിൽ വാഴയ്ക്ക് ശേഷം നെൽകൃഷിയിലേക്കാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ദേവസ്ഥാനത്തിൻ്റെ കീഴിലുള്ള 1.25 ഏക്കറോളം സ്ഥലമാണ് നമ്മൾ ഇന്ന് നടീൽ പൂർത്തീകരിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നെല്ലിലെ പൈതൃക നെല്ലായിട്ടുള്ള ചിറ്റേനി നെല്ലിൻ്റെ ഞാറാണ് ഇവിടെ നട്ടേക്കുന്നത്. സംഘാടക സമിതി ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, K രവീന്ദ്രൻ കൊടക്കാട്, മാമുനി സുരേഷ്, PV സുരേന്ദ്രൻ, K സരിജ, MK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 2025 ഫെബ്രുവരിയിൽ നെൽകൃഷിക്കൊയ്ത്ത് നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ജൈവ കൃഷി കമ്മിറ്റിയും സംഘാടക സമിതി ഭാരവാഹികളും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഡ്രീം സോൺ എഡ്യൂക്കേഷൻ ഓൾ ഇന്ത്യ ലെവലിൽ സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം മത്സരത്തിൽ 1ാം സ്ഥാനം നേടി കാസർഗോഡ് ജില്ലയുടെ ചലനം ഡോക്യുമെന്ററി. ചെന്നൈയിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും കൈമാറി. ഡ്രീം സോൺ എഡ്യൂക്കേഷൻ ഓൾ ഇന്ത്യ ലെവലിൽ സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം മത്സരത്തിൽ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് കാടമുട്ട പ്രൊഡക്ഷന്റെ ചലനം ഡോക്യുമെന്ററി 1ാം സ്ഥാനം കരസ്ഥമാക്കി. വയനാട് ദുരന്തം ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രത്തിന് 2000 എൻട്രികളിൽ നിന്നുമാണ് 1ാം സ്ഥാനം ലഭിച്ചത്. വീടുകളിലേക്ക് മടങ്ങിയവർ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തിരിച്ചെത്തി. ഇവിടെ നിന്ന് കിട്ടിയ ആ സ്ത്രീയുടെ ബോഡി എങ്ങോട്ടേക്ക് മാറ്റണം. ചെന്നൈയിൽ വെച്ച് നടന്ന പരിപാടിയിൽ 25,000 രൂപ ക്യാഷ് പ്രൈസും ശിലാഫലകവും മഹേഷ് ഗാംഗുലി, ശരത് കുമാർ, പാർത്ഥസാരഥി എന്നിവർ ചേർന്ന് കൈമാറി. അഭിജിത്ത്, ജയപ്രകാശ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രത്തിൽ A അനിരുദ്ധാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവേക് സംഗീതം നൽകിയിരിക്കുന്നു. ശൈലേഷ്, സൈനുൽ ഹൈറാസ്, നവജിത്ത്, രക്ഷിത് എന്നിവരാണ് ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM കാസർഗോഡ് ഏരിയ സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള കൊടിമരം മോഷണം പോയതായി പരാതി. കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉള്ളാൾ സോമേശ്വര ഉച്ചിലയിൽ വാസ്കോ ബീച്ച് റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ 3 യുവതികൾ മുങ്ങിമരിച്ച സംഭവം. റിസോർട്ട് സീൽ ചെയ്തു. ഉടമയും മാനേജരും അറസ്റ്റിൽ. മഞ്ചേശ്വരം തലപ്പാടിയിൽ നിർത്തിയിട്ട ബസ്സിൽ നിന്നും 10,000 രൂപ കവർന്ന കേസിലെ പ്രതി പിടിയിൽ. വാണിനഗർ സ്വദേശി ഉമ്മറാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. കാസർഗോഡ് തളങ്കര ബീച്ചിൽ ശിശുദിന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇരട്ടക്കുട്ടികളുടെ സംഗമം കൗതുക കാഴ്ചയായി. 150-ലേറെ ഇരട്ടക്കുട്ടികൾ പങ്കെടുത്തു. ആറൂർ ദേശീയപാത നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതോടെ മഞ്ചേശ്വരം കാസർഗോഡ് പാതയിൽ ബസ്സുകളുടെ മത്സരയോട്ടവും തുടങ്ങി. യാത്രക്കാർ ദുരിതത്തിൽ. INTUC ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം കാസർഗോഡ് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.